ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ 2023 നവംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സുവർണ മയൂരം നേടിയിട്ടുള്ള പെർഷ്യൻ ചിത്രം ഏതാണ്? എൻലെസ് ബോർഡേഴ്സ്. ഓക്കെ, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സുവർണ മയൂരം നേടിയിട്ടുള്ള പെർഷ്യൻ ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻലെസ് ബോർഡേഴ്സ് ആണ്. ഇനി സുവർണ മയൂരം അല്ലെങ്കിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് കൊടുക്കുന്നത് ഏറ്റവും നല്ല ചിത്രത്തിനാണ് കൊടുക്കുന്നത് കേട്ടോ. അത് കിട്ടിയിട്ടുള്ളത് എൻലെസ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. ജസ്റ്റ് ഓർക്കുക, മയൂരം എന്ന് പറയുമ്പോൾ മയിലാണല്ലോ. അപ്പൊ മയിലിന് എൻലെസ് ആയിട്ടുള്ള ഫെതേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ എൻലെസ് ബോർഡേഴ്സ്. ഓക്കെ, ഇനി അതിന്റെ സംവിധായകൻ അബ്ബാസ് അമിനിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സത്യജിത് റായ് പുരസ്കാരം നേടിയിട്ടുള്ളത് മൈക്കിൾ ഡഗ്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സത്യജിത് റായ് പുരസ്കാരം നേടിയിട്ടുള്ളത് മൈക്കൽ ഡഗ്ലാസ്. ജസ്റ്റ് ഓർക്കാം, ഈ സത്യങ്ങളൊക്കെ ഈ മൈക്കിൽ വിളിച്ചു പറഞ്ഞു എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ സത്യജിത്ത്, മൈക്കിൾ കേട്ടോ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ സത്യജിത് റായ് പുരസ്കാരം നേടിയിട്ടുള്ളത് മൈക്കിൾ ഡഗ്ലാസ്. അടുത്ത പോയിന്റ്, 2023 ബുക്കർ സമ്മാനം ലഭിച്ച ഐറിഷ് എഴുത്തുകാരൻ പോൾ ലിഞ്ച പ്രൊഫറ്റ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ഐറിഷ് എഴുത്തുകാരനായിട്ടുള്ള പോൾ ലിഞ്ചിനാണ് കിട്ടിയിട്ടുള്ളത്. പ്രൊഫറ്റ് സോങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഓർക്കുക, ഈ ലഞ്ച് കഴിക്കുമ്പോൾ പോൾ ലിഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ലിഞ്ചിനെ ലഞ്ച് ആയിട്ട് എടുക്കാം. ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ പാട്ട് കേട്ടിട്ടാണ് കഴിക്കണേന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ സോങ് ഉണ്ട്, പ്രൊഫറ്റ് സോങ് ആണ്. അതേപോലെ തന്നെ എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബുക്കൊക്കെ വായിക്കും അല്ലെ. അപ്പൊ ബുക്കുമായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. അപ്പൊ 2023 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ഐറിഷ് എഴുത്തുകാരൻ ആരാണ്? പോൾ ലിഞ്ച്, പ്രൊഫറ്റ് സോങ്. ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകാൻ ഒരുങ്ങുന്നത് കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകാൻ ഒരുങ്ങുന്നത് കോഴിക്കോട് ജില്ലയാണ്. അതേപോലെ തന്നെ ആരോരുമില്ലാത്ത കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള വയോസാന്ത്വനം പദ്ധതി ആദ്യം നടപ്പിലാക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഇനി US നിഘണ്ടുവായിട്ടുള്ള മെറിയം വെബ്സ്റ്റർ തെരഞ്ഞെടുത്തിട്ടുള്ള 2023 വാക്ക് ഏതാണ്? ഒതന്റിക് എന്നുള്ളതാണ് കേട്ടോ. ഒതന്റിക്. ഓക്കെ, അപ്പൊ പോൾ ലിഞ്ച് മറക്കണ്ട, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ 2023 ഇടം നേടിയിട്ടുള്ള കലാരൂപം മിമിക്രി ആണ്. കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ 2023 ഇടം നേടിയിട്ടുള്ള കലാരൂപം മിമിക്രി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ലാതല സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ. എറണാകുളം ജനറൽ ആശുപത്രിയാണ്. അപ്പൊ വൃക്ക മാറ്റിവെക്കലാണെന്നുള്ളത് പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ലാതല സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. ഓക്കെ, 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയിട്ടുള്ളത് ഏത് രാജ്യ? ഇറ്റലിയാണ്. അപ്പൊ ഡേവിസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് ആണ് കേട്ടോ. ഡേവിസ് ടെന്നീസ് എന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ 2023 ഡേവിസ് കപ്പ് ടെന്നീസ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ യെല്ലോ ആണ് കേട്ടോ. ജനങ്ങളുമായിട്ട് നേരിട്ട് സംബന്ധിച്ച് ഭരണ പുരോഗതി വിലയിരുത്തുവാനും ജനാഭിപ്രായം തേടുവാനും വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഏതാണ്? നവകേരള സദസ്സ് അല്ലെ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജനങ്ങളുമായിട്ട് നേരിട്ട് സംബന്ധിച്ച് ഭരണ പുരോഗതി വിലയിരുത്തുവാനും ജനാഭിപ്രായം തേടുവാനും വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നവകേരള സദസ്സ്. ഇനി രണ്ട് വിയോഗങ്ങളാണ്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 2023 നവംബർ 23 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2023 നവംബർ 23 കേട്ടോ അന്തരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അതേപോലെ തന്നെ പി വത്സലയെ കുറിച്ചുള്ള പോയിന്റ് ആണ്. 2023 നവംബർ 21 അന്തരിച്ചിട്ടുള്ള സുപ്രസിദ്ധ സാഹിത്യകാരി പി വത്സല. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. 2023 നവംബർ 21 കേട്ടോ. നവംബർ 21 അന്തരിച്ചിട്ടുള്ള സുപ്രസിദ്ധ സാഹിത്യകാരി പി വത്സല. ഇനി പി വത്സലയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. അടുത്ത പോയിന്റ്, 2023 72ാമത്തെ വിശ്വസുന്ദരി കിരീടം നേടിയിട്ടുള്ളത് ഷെയ്നിസ് പലാസിയോസ് നിക്കരോഗയാണ്. ഷെയ്നിസ് പലാസിയോസ്
നിക്കരോഗ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, വിശ്വസുന്ദരിയാണ്, അപ്പൊ കുറച്ച് ക്ഷീണിച്ചിട്ടുള്ള ഒരാളാണെന്നൊക്കെ ഓർക്കാം കേട്ടോ. ഷെയ്നിസ് അല്ലെങ്കിൽ ക്ഷീണിച്ച എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കാം. ഷെയ്നിസ് പലാസിയോസ്, പലാസോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരാളാണെന്ന് ഓർക്കാം കേട്ടോ. പലാസിയോസ് നിക്കരോഗ. ഓക്കെ, ഇനി കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം കീർത്തി സുരേഷ് ആണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആരാണ്? കീർത്തി സുരേഷ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ? ഇന്ദ്രൻസ് ആണ്. അപ്പൊ സാക്ഷരതയാണ് കേട്ടോ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ആരാണ്? ഇന്ദ്രൻസ് ആണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ഇന്ദ്രൻസ്. 2023 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ ആയിരുന്നു അല്ലെ. നമ്മുടെ ഇന്ത്യ തോപ്പിച്ചിട്ട് ഓസ്ട്രേലിയ ജയിച്ചു. 2023 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ. അടുത്ത പോയിന്റ് നോക്കാം. പ്രായോഗികവും ശാസ്ത്രീയവുമായ ആയുർവേദ ചികിത്സാ രീതികൾ വികസിപ്പിച്ചെടുക്കുന്ന ഡോക്ടർമാർക്കായിട്ട് ആയുഷ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അഗ്നിയാണ് കേട്ടോ. അഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവാരാ? പെരുമാൾ മുരുകൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ. ഓക്കെ, അപ്പൊ നമുക്ക് JCB എന്ന് പറയുമ്പോൾ JCB വാഹനമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ മാളൊക്കെ ഉണ്ടാക്കുന്നേക്കാളും മുമ്പ്, നമ്മുടെ ലുലു മാളൊക്കെ പറയുന്ന പോലെ, അതിന് മുമ്പ് JCB ഒക്കെ വെച്ചിട്ട് അവിടെ ഒന്ന് സെറ്റ് ആക്കി എന്നൊക്കെ ഓർക്കാം. അപ്പൊ മാളെന്ന് ഉദ്ദേശിച്ചുള്ളത് പെരുമാളും JCB കേട്ടോ. അപ്പൊ JCB വെച്ചിട്ട് മാള് ഒക്കെ സെറ്റ് ആക്കിയെന്ന് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. പെരുമാൾ മുരുകൻ. അപ്പൊ ഏതിനാണ് കിട്ടിയിട്ടുള്ളത്? ഏത് നോവലിനാണ് കിട്ടിയിട്ടുള്ളത്? ദ ഫയർ ബേർഡിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ 2022 കിട്ടിയിട്ടുള്ളത് ആർക്കായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഖാലിദ് ജാവേദ് അല്ലെ. 2 കാലും വെച്ചിട്ട് JCB ഓപ്പറേറ്റ് ചെയ്യുന്നൊക്കെ ഓർത്ത് വെക്കാം. നന്നായിട്ട് ഫുഡ് കഴിക്കണം, JCB ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ചെറിയ പട്ടണങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള കേരളത്തിലെ നഗരം തൃശ്ശൂരാണ്. അപ്പോൾ അഗ്നി മറക്കണ്ട. അതേപോലെ തന്നെ JCB സാഹിത്യ പുരസ്കാര ജേതാവ് 2023 ആണ് പെരുമാൾ മുരുകൻ. 2022 ആരാണ്? ഖാലിദ് ജാവേദ്. അപ്പൊ 2 കാല് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 2022 കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വർഷം തെറ്റിക്കേണ്ട. അടുത്ത് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണി. 2023 നവംബറിൽ അന്തരിച്ചിട്ടുള്ള മുൻ റിസർവ് ബാങ്ക് ഗവർണർ S വെങ്കിട്ടരമണൻ. 2023 നവംബറിൽ അന്തരിച്ചിട്ടുള്ള മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? S വെങ്കിട്ടരമണൻ. എമ്മി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് ഏക്ത കപൂർ ആണ്. എമ്മി പുരസ്കാരം കേട്ടോ. എമ്മി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ള ആരാണ്? ഏക്ത കപൂർ. എമ്മി പുരസ്കാരം ഏക്ത കപൂർ. പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണി. ഇനി അടുത്തത് 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരം മുഹമ്മദ് ഷമിയാണ് കേട്ടോ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരം ചോദിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് ഷമിയാണ്. ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് ഭുവനേശ്വറിലാണ്. അപ്പൊ ടാലന്റ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം, ഈശ്വരന്റെ അനുഗ്രഹമൊക്കെ വേണം അല്ലെ. അപ്പൊ ടാലന്റും ഈശ്വരൻ അല്ലെങ്കിൽ ഭുവനേശ്വറായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമിയാണ്. ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് ഭുവനേശ്വർ. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരവേദി നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ മത്സരവേദി നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിൽ കേട്ടോ. ഇനി 8ാമത്തെ ആഗോള ഔഷധ സസ്യ ഗവേഷണ ഉച്ചകോടി തായ്ലാന്റ് ആണ്. 8ാമത്തെ ആഗോള ഔഷധ സസ്യ ഗവേഷണ ഉച്ചകോടി തായ്ലാന്റ്. നമുക്ക് ജസ്റ്റ് ഓർക്കാം, ഈ ഔഷധ സസ്യങ്ങളുടെയൊക്കെ ഒരു തൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഔഷധ സസ്യ തൈ അല്ലെ. അപ്പൊ തായ്ലാന്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. 8ാമത്തെ ആഗോള ഔഷധ സസ്യ ഗവേഷണ ഉച്ചകോടി തായ്ലാന്റ്. അപ്പൊ ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് ഭുവനേശ്വർ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരം മുഹമ്മദ് ഷമി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദുബായ് ഇന്റർനാഷണൽ ഫിലിം കാർണിവൽ അവാർഡിന് അർഹമായിട്ടുള്ള മലയാള ചിത്രം കാക്കിപ്പടയാണ്. ദുബായ് ഇന്റർനാഷണൽ ഫിലിം കാർണിവൽ അവാർഡിന് അർഹമായിട്ടുള്ള മലയാള ചിത്രം കാക്കിപ്പട. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ഡൽഹിയാണ്. അതേപോലെ തന്നെ 54ാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 ഉദ്ഘാടന ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്യാച്ചിങ് ഡസ്റ്റ്. എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. 54ാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2023 ഉദ്ഘാടന ചിത്രമാണ് ക്യാച്ചിങ് ഡസ്റ്റ്. അപ്പൊ ഗോവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഗോവ ബീച്ചിലെ മണലും ഡസ്റ്റും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൊടി വന്നു എന്നൊക്കെ ഓർക്കുക കേട്ടോ. ക്യാച്ചിങ് ഡസ്റ്റ് ആണ്. അപ്പൊ ക്യാച്ചിങ് ഡസ്റ്റ്. ഇനി അടുത്തത് സംസ്ഥാനത്തെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കക്കോടി കുടുംബ ആരോഗ്യ കേന്ദ്രമാണ്.
സംസ്ഥാനത്തെ ആദ്യ ആന്റിബയോട്ടിക് ആണ്. ഇപ്പോഴൊക്കെ നമുക്ക് ഈ ആന്റിബയോട്ടിക് മരുന്നൊക്കെ വാങ്ങാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് കക്കും എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോട്. 2023 നവംബറിൽ അന്തരിച്ചിട്ടുള്ള ലളിതകല അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടിയാണ്. 2023 നവംബറിൽ അന്തരിച്ചിട്ടുള്ള ലളിതകല അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ CL പൊറിഞ്ചുകുട്ടി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്ഷര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് M മുകുന്ദനാണ്. കൃതി ഏതാ? മുകുന്ദേട്ടന്റെ കുട്ടികൾ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്ഷര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് M മുകുന്ദനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് UAE-യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് UAE. 2023 നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് ചന്ദ്രയാണ്. ചന്ദ്ര കേട്ടോ. 2023 നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര. ഓക്കെ, ചന്ദ്ര എന്ന് പറയുന്നത് പുതിയ ഇനം കുരുമുളക്. അക്കിത്തത്തിന്റെ സ്മരണയ്ക്കായി തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തിയിട്ടുള്ള അക്കിത്തം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KP ശങ്കരനാണ്. അക്കിത്തത്തിന്റെ സ്മരണയ്ക്കായി തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തിയിട്ടുള്ള അക്കിത്തം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KP ശങ്കരൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു പോവാട്ടോ. KP ശങ്കരൻ. മാതാപിതാക്കളിൽ ആരെങ്കിലുമോ ഇരുവരുമോ മരണപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ ഇരുവരോ മരണപ്പെട്ടിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളമാണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആഗോളാരോഗ്യ ഭീഷണിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വാക്കേതാണ്? ഏകാന്തത, ലോൺലിനെസ് ആണ് കേട്ടോ. അടുത്തിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഗോള ആരോഗ്യ ഭീഷണിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വാക്കേതാണ്? ഏകാന്തത. ലോകത്തിലെ ആദ്യ പൂർണ്ണ AI കപ്പൽ ഏതാ? മെയ്ഫ്ലവർ 400 ആണ്. ലോകത്തിലെ ആദ്യ പൂർണ്ണ AI കപ്പൽ ഏതാണ്? മെയ്ഫ്ലവർ 400. സ്ത്രീ സുരക്ഷയ്ക്കായി സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് അല്ലെ, സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും അല്ലെ. അപ്പൊ ഉത്തർപ്രദേശ് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് സേഫ് സിറ്റി പദ്ധതി കേട്ടോ, സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയുള്ള ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാൻ പറ്റും കേട്ടോ. മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയുള്ള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ 26ാമത്തെ തവണയും കിരീടം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബില്യാർഡ്സ് ആണ്. അപ്പൊ നന്നായിട്ട് അധ്വാനിച്ചാലേ നമുക്ക് ബില്ലൊക്കെ പേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഓർത്തു വെച്ചേക്കുക. അപ്പൊ ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ 26ാം തവണയും കിരീടം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ്? പങ്കജ് അദ്വാനി. പ്രഥമ MS സ്വാമിനാഥൻ കർഷകാശ്രയം പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ചെറുവയൽ രാമനാണ്. അപ്പൊ ചെറുവയൽ രാമന് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പൊ പ്രഥമ MS സ്വാമിനാഥൻ കർഷകാശ്രയം പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ചെറുവയൽ രാമൻ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടിയാണ് താരാട്ട്. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടിയാണ് കേട്ടോ താരാട്ട്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO ആരാണ്? മൈക്കയാണ് അല്ലെ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO ആണ്. അപ്പൊ CEO ഒക്കെ ആവുമ്പോൾ ഒരു മൈക്കൊക്കെ വേണം അല്ലെ. അപ്പൊ മൈക്ക എന്നുള്ളത് ഓർത്തു വെക്കാം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ള രാജ്യം അമേരിക്ക. കണ്ണ് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന അമ്മേനെയാണെന്നൊക്കെ ജസ്റ്റ് ഓർക്കാം കേട്ടോ. അമേരിക്ക ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ നമ്മുടെ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുള്ള ഹൈക്കോടതി കേരള ഹൈക്കോടതി. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ 26ാം തവണയും കിരീടം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ പങ്കജ് അദ്വാനി. പ്രഥമ MS സ്വാമിനാഥൻ കർഷകാശ്രയ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ചെറുവയൽ രാമൻ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി താരാട്ട്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് CEO മൈക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയുള്ള രാജ്യം അമേരിക്കയാണ് കേട്ടോ. ഇനി 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. അപ്പൊ 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വയോസാന്ത്വനം. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇസ്ക് ചിക്ക് കേട്ടോ.
ചിക്കൻ ഗുനിയയുടെ ഒരു ചിക്ക് ഉണ്ട്, പിന്നെ ഇസ്ക് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇസ്ക് ചിക്ക്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രാശക്തി? ഏതൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രാശക്തി. മിത്രാശക്തി. അതിന്റെ വേദി എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും മിത്രാശക്തി. കേരളത്തിൽ ആദ്യമായിട്ട് ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന എവിടെയാ? കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന എവിടെയാണ്? കൊച്ചി. അപ്പൊ വയോസാന്ത്വനം മറക്കണ്ട. അതേപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇസ്ക് ചിക്ക്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രശക്തി? ഇന്ത്യയും ശ്രീലങ്കയും. പിന്നെ എന്താ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് സിഇഒ മൈക്കയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ല. സംഗീത നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഗ്വാളിയർ ആണ് കേട്ടോ. മധ്യപ്രദേശിലെ ഗ്വാളിയോർ ആണ് സംഗീത നഗരം കേട്ടോ. സംഗീത നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സംഗീതം അല്ലെങ്കിൽ മദ്യമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് സംഗീതമൊക്കെ വരുന്ന ഓർക്കാം കേട്ടോ. അപ്പൊ സംഗീത നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത് മധ്യപ്രദേശിലെ ഗ്വാളിയോർ ആണ്. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഹാർപ്പർ കോളിൻസ് നിഘണ്ടു 2023 ഇക്കൊല്ലത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം വാങ്ഡെ സ്റ്റേഡിയം ആണ് മുംബൈയിലെ. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത് കോഴിക്കോടാണ്. സംഗീത നഗരമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഗ്വാളിയോർ. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഹാർപ്പർ കോളിൻസ് നിഘണ്ടു ഇക്കൊല്ലത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് AI ആണ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഡിയം വാങ്ഡെ സ്റ്റേഡിയം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ടോപ്പിക് വൈസ് ആയിട്ട് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നവംബർ മാസത്തിൽ തന്നെ ഇപ്പൊ കേരള ജ്യോതി കിട്ടിയിട്ടുള്ള ആർക്കാണ്? കേരള പ്രഭ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? അപ്പൊ അതൊക്കെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അത് ഞാനിപ്പോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.